വിവാദ നായിക രേണു സുധി. ഈ കണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അടുത്തൊരു കോണ്ടന്റ് ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കത് കാണാം. ബിക്കോസ് ഈ കണ്ടന്റിനകത്ത് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഒരുപാട് അരി കിട്ടും, അത്രമാത്രം ഇതിന് നടക്കാൻ പോകുന്നുള്ളൂ. ലിപ് ലോക്കും ഇൻറ്റിമേറ്റ് സീനും ചെയ്യാൻ നിർബന്ധിച്ചു. അവർ ഇല്ലായിരുന്നെങ്കിൽ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു. രേണു സുധിയെ കൊന്നു കുഴിച്ചു മൂടാൻ ആരുടെ? അതാരാണ്? കേരളത്തിൽ ഇത്രയും വിവാദ നായികയായ രേണു സുധിയെ കൊന്നു കുഴിച്ചു മൂടാനും രേണു സുധിയോട് ലിപ് ലോക്ക് ചെയ്യാൻ പറയാനും ആരവൻ? കണ്ടുവെക്കല്ലേ, കാണാം. നിങ്ങളൊരു ആൽബം ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രഷ്, പുതിയ പാട്ട്, പുതിയ ലൊക്കേഷൻ, കോസ്റ്റ്യൂം മുതൽ എല്ലാം പുതിയ ഫ്രഷ്. സംവിധായകൻ, റിലിക്ക്, മ്യൂസിക്, ഡയറക്ഷൻ, സംവിധാനം, സിംഗിങ് എല്ലാം. പിന്നെ അതിന് ദാസനെയാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത്. ദാസൻ ത്രൂ ആണ് ഈ കുട്ടിയെ കിട്ടുന്നത്. ദാസനാണ് ഈ കുട്ടിയെ പറയുന്നത്. അങ്ങനെ ദാസനെ എൻ്റെ അടുത്ത് നമ്പർ വാങ്ങി ഞാൻ ഈ കുട്ടിയെ ബന്ധപ്പെട്ട് വിളിച്ചു കൊണ്ടുവന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് 10,000 രൂപ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കല്ലേ ചേട്ടാ, എനിക്ക് 3,000 മതി എന്നാണ് കൊച്ചു പറഞ്ഞത്. ഒറ്റ ദിവസം. പിന്നെ ദാസൻ അത് 10,000 രൂപ പറഞ്ഞു. 10,000 പിന്നെ അയാളുടെ വണ്ടിക്കൂലിയും ഒക്കെ കൂടി 12,000 രൂപ ഞാൻ ദാസന് കൊടുത്തു. അതും ഡെയിലി. ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ദിവസത്തേക്ക് ആക്കുന്ന തന്നെ വരെ ബഡ്ജറ്റ് കൊണ്ടാണ്. അപ്പൊ ഞാന് ദാസിന് ഒരു 12,000 രൂപ കൊടുത്തു. രേണുവിന് ഞാൻ അന്നത്തെ അതിന്റെ ഒരു സിറ്റുവേഷനൊക്കെ അനുസരിച്ച് അന്നത്തെ കോസ്റ്റ്യൂം ഒക്കെ ഞാൻ അവർക്ക് തന്നെ കൊടുത്തു. പക്ഷെ ദാസന്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ആണ്, അത് അത്യാവശ്യം പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അത് ഞാൻ പറയാതെ തന്നെ അവൻ എടുത്തോണ്ട് പോയി. അപ്പൊ ഇതാണ് ആ വ്യക്തി. രേണു സുധിയെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണ രംഗങ്ങൾ ഒരുക്കി വൾഗറായിട്ടുള്ള രീതിയിൽ രേണു സുധിയെ അപ്രോച്ച് ചെയ്ത് രേണു സുധിയെ കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ച ആ ഒരു മുതലാണ് ഈ ഇരുന്ന് ഷെഫീനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചങ്ങായിയായിട്ടുള്ള റീല് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഒരു കഫേയല്ല, സൈൻ ലബാന തോന്നുന്നുണ്ട്. അതിനകത്ത് ബ്രാൻഡിൻ്റെ പേരൊന്നും പറയണ്ട, ഞാൻ അവന്മാരാകെ ഇടിഞ്ഞ് താഴെ വീഴും. എന്താ ഒരു സാധനത്തിനകത്ത് ഇരുന്നിട്ട് കയ്യിൽ ഉമ്മ വയ്ക്കുന്ന ഒരു സീനൊക്കെ ഈ അടുത്ത് രേണു സുധീൻ്റെ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ആരടാ ഇവൻ, ഏതാണ് ഇവൻ, ദുരന്തറിലെ റൺബീറിൻ്റെ മീഷോ എന്ന് മേടിച്ച ഐറ്റം ഇവൻ ആരടാ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തിയാണ് ഈ വ്യക്തി. ഇതിനു മുമ്പും രേണു സുധിയെയും ദാസേട്ടൻ കോഴിക്കോടിനെയും വെച്ച് ഇയാൾ ഇതേപോലത്തെ കാട്ടപരാധം എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചങ്ങായി പറയുന്നത്. എന്താണെങ്കിലും ഇനിയൊരു അപരാധത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് ആകെ പണി പാളിയത്. രേണു സുധി പഴയ രേണു സുധിയല്ല, വളർന്ന് പടർന്ന് പന്തലിച്ച് വിവാദ നായികയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രേണു സുധിയെ വെച്ചിട്ട് ഒരു ഷോർട്ട് മൂവി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഷോർട്ട് മൂവി എടുക്കാനാന്ന് വിളിച്ചു വരുത്തി ഒരു വിവാദം ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇയാൾക്ക് വൈറലാവാമല്ലോ. ദ ബേസിക് തിങ് വൈറലാവണം, അത്രയേ ഉള്ളൂ. അത് രേണു സുധിയെ വെച്ച് വൈറലായാൽ കുറച്ചും കൂടി നല്ലത്. എനിക്ക് അതിലും കൂടുതലൊന്നും ഇയാളുടെ മൈൻഡ് സെറ്റ് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. അയാളുടെ ഒരു മൈൻഡ് സെറ്റിൽ ഇതാണ് കിടക്കുന്നത്. ആദ്യകാലങ്ങളിൽ രേണു സുധിക്ക് 3,000 കൊടുത്തു, പിന്നെ അത് കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. യെസ്, അതിപ്പോൾ അങ്ങനെയാണല്ലോ. ഒരു ആർട്ടിസ്റ്റ് ആദ്യം വരുന്നുള്ള ഒരു റെമ്യൂണറേഷനാണ്. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടി ആദ്യകാലത്ത് അന്ധകാലത്ത് അഭിനയിച്ച റെമ്യൂണറേഷനാണോ ഇപ്പോൾ വാങ്ങുക? അല്ല, അതെല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ്. ഓക്കെ, അപ്പം അതിലൊന്നും രേണു സുധി ഒരു കുറ്റം പറയേണ്ടതായിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ രേണു സുധി ഇപ്പോൾ വിളിച്ചു കൊണ്ടുവന്ന് ഒരു ഷോർട്ട് മൂവി എടുത്തിട്ട് അത് ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അത് ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കട്ട് റീൽസൊക്കെ ഇട്ടിട്ട് കുറച്ച് അപരാധം കേട്ട് കൂട്ടത്തിൽ കൂടി എന്താണെങ്കിലും വിവാദ നായികയാണ്, കൂട്ടത്തിൽ കൂടി ഞാനും കുറച്ച് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള സെറ്റപ്പിനല്ലേ. ഒരു 144p സന്തോഷ് മറ്റേ പണ്ഡിറ്റാവാൻ വേണ്ടിയിട്ട് എല്ലാം മൂപ്പര് തന്നെ ചെയ്തു എന്നുള്ളതൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ അവതാരങ്ങൾ, അപരാധങ്ങൾ ഒക്കെ നമ്മൾ കാണണമല്ലോ. നമ്മളെ ഡാറ്റ ഇതിനാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ഡാറ്റ ഇതിന് പോകുന്നില്ലേ? പോവും. അത് ഞാൻ അടുത്ത കാണാം. ഇനി രണ്ടാമത് പിന്നെ പിടിക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ ഞാൻ അതിനുശേഷം ചെയ്തിട്ടുള്ള ആൽബങ്ങൾ മറ്റേ ഭക്തിഗാനങ്ങള്, കൃഷ്ണന്റെ ഭക്തിഗാനങ്ങള്, അങ്ങനത്തെ പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത്. അതിനൊന്നും തീരെ റീച്ചില്ല, ആരുമില്ല, ആർക്കും കാണണ്ട. അങ്ങനെ മറ്റേ എന്താ പറയാ, കുറച്ച് സിമ്പതിന്റെ പേരിലും സംസാരിക്കാൻ കഴിയാത്ത ആളെയും ചെവി കേൾക്കാത്ത ആളെയും ചെയ്ത വർക്കാണ്. പക്ഷെ ജസ്റ്റ് 2,000 പേരായിട്ടാണ് അത് കണ്ടത്.
നേരത്തെ ഞാൻ പറഞ്ഞതിപ്പോൾ സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇയാളുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ ആർട്ട് നന്നാവണം. ഞാനിനി എന്താ പറയുക, വലിയ പേരുകളോ അല്ലെങ്കിൽ വൈറൽ സെൻസേഷണൽ ആയിട്ടുള്ള ആളുകളോ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എടുത്തു വെക്കുന്ന ആർട്ട് നന്നായിരിക്കും, അതിന് ക്വാളിറ്റി അടിപൊളിയാണ്, അത് ആർക്ക് വേണമെങ്കിൽ കൊണ്ട് കാണിക്കാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ അതിൽ ആർട്ടിസ്റ്റ് വാല്യൂ നോക്കാതെ ആ ആർട്ടിൻ്റെ വാല്യൂവിൽ സക്സസ് ആവുന്ന ഒരു ഐറ്റമാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളൊരു സ്വയം കോൺഫിഡൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വർത്താനം പറയില്ല. എന്തോ പറയുക, ഭക്തി പാട്ടും സാധനം എടുത്തു നോക്കി സിമ്പതി കിട്ടാൻ വേറെ കുറേ വയ്യാത്ത ആൾക്കാരെ കൂടെ ഒന്ന് അഭിനയിപ്പിച്ചു, അവിടെ ഒന്നും വൈറലാകാൻ പറ്റിയില്ല. അപ്പം ഇനി നല്ല രേണുസുതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് വാട്ട്സ് യുവർ മൈൻഡ് സെറ്റ്. അതായത് രേണുസുതിയെ വെച്ചിട്ട് ഇപ്പോൾ അത് നേരത്തെ കണ്ട പോലെ കയ്യിൽ ഉമ്മ വയ്ക്കലും അല്ലെങ്കിൽ മറ്റേ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് നടത്തിപ്പിക്കലും ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ ആ വീഡിയോ ആരും കാണില്ല, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് ആരും ഒന്നും അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ല പരിപാടി എന്താ, ഇതേപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കി അതിലേക്ക് വിളിച്ചു വരുത്തുക, രേണുവിന് അഭിനയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതൊന്നൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക. രേണുവിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കുക. അതിൽ തന്നെ ഷെഫീന എന്ന് പറയുമ്പോൾ രേണുവിനെ അത്രയും അടിച്ചിടുന്ന രീതിയിലുള്ള ഒരു ഓപ്പോണൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഷെഫീനാനെ വിളിച്ചു വരുത്തി ഷെഫീനാനോട് കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കോൺട്രവേഴ്സി പാറ്റേൺ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് ഇപ്പം എന്തായി, ആള് വൈറലാവാൻ രേണുവിൻ്റെ ഒപ്പം തന്നെയാണ് തുടങ്ങി. കൊള്ളാം എന്താണെങ്കിലും കളി. അടുത്ത കാണട്ടെ. ഇപ്പൊ ബിഗ് ബോസ് പോയിട്ട് വന്ന ശേഷമാണ് നിങ്ങൾ ഈ ഒരു ഓഫർ പറയുന്നത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പാണ് നമ്മുടെ വർക്ക് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വർക്കിന്റെ ഒരു ഇതുകൊണ്ടാണ് അവർക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ സാധിച്ചതെന്നാണ്. കാരണം അവർ ബാക്കി വർക്കുകളും നമ്മൾ ആ ചെയ്ത വർക്കും തമ്മിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അവരെ ഒരു വൾഗാരിറ്റിയും പുറത്ത് കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. ഡേയ് നിന്റെ വർക്ക് ചെയ്തിട്ടാണ് ഡേ ബിഗ് ബോസ് കിട്ടിയ രേണുസുതിക്ക്. അപ്പോൾ ബിഗ് ബോസിന്റെ സെലക്ഷൻ ടീമൊക്കെ എന്താ, ഞാനുണ്ടാ മണ്ടന്മാരാ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവരാ. ആരടാ നീ? അങ്ങനെയാണെങ്കിൽ നിന്നല്ലേ ആദ്യം വിളിക്കണ്ടേ, നീയല്ലേ ആ വർക്ക് എടുത്തേ. ഓ ഓ ഓ ഓ അപ്പോൾ ഇവൻ ആർക്കെങ്കിലും ബിഗ് ബോസ് സെലക്ഷൻ കിട്ടണമെങ്കിൽ അപ്പോൾ ഇവൻ്റെ അപരാധത്ത് പോയി അഭിനയിച്ചാൽ മതി അല്ലേ. കൊള്ളാം മോനെ. അടുത്ത നോക്കാം. ഇത് ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ എത്രയാ കൊടുത്തേ, ഇതിന്റെ റേറ്റ് എത്രയാ? ഇത് ഞാൻ 17,000 രൂപയാണ് 2 ദിവസത്തേക്ക് എന്നോട് രേണു പറഞ്ഞു. ബാക്കി ചെലവ്, വണ്ടിക്കൂലി, താമസം അത് സെപ്പറേറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് വേറെ കൊടുക്കാം. 15,000 ഞാൻ ഡെയിലി വാങ്ങുന്നത്. വിപിൻ ചേട്ടൻ ആയതുകൊണ്ട് 17,000 വരാം എന്നാണ് പറഞ്ഞത്. 2 ദിവസത്തേക്ക് പെർ ഡേ 15,000 പറഞ്ഞത് അവർ വാങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ 2 ദിവസത്തേക്ക് 30 പക്ഷെ നിങ്ങൾക്ക് ആയതുകൊണ്ട് കൺസെഷൻ 17 തന്നു. പിന്നെ ഈ പറഞ്ഞ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഫുഡ് അറേഞ്ച് ചെയ്തു? തീർച്ചയായും. ഞാൻ ഈ 17 പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അവർക്ക് 5,000 അഡ്വാൻസ് ഇടാണ്. അഡ്വാൻസ് ഇടുന്ന സമയത്ത് അവർ സൗദിക്ക് പോവാൻ നിൽക്കുകയാണ്, പോയിട്ടില്ല. അവര് പിന്നെ പോയി അവിടുന്ന് വരാൻ വൈകുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ വോയിസ് വരെ എന്റെ കയ്യിലുണ്ട്. കരഞ്ഞോണ്ടാണ് പറയുന്നത്, ടിക്കറ്റ് കിട്ടിയില്ല ചേട്ടാ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെയൊക്കെ രേണുസുതിനെ ഇവൻ എന്താ പറയുന്നത്? ഇതൊക്കെ തെറ്റായിട്ടാണോ ഇവൻ വിളിച്ച് പറയുന്നത്, അതോ രേണുസുതിക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി പറയുകയാണ്? അല്ല, അറിയുന്ന ഒരാൾ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നമ്മളെ വെച്ചൊരു വർക്ക് ചെയ്ത ഒരാൾക്ക് സാധാരണ വാങ്ങുന്ന റെമ്യൂണറേഷൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ ഒരു സംഖ്യയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ മാന്യത എന്നല്ലേ പറയണ്ടേ. ഇത് അതിനും ഇവൻ അതിനും കംപ്ലൈൻറ്റാ. എൻ്റെ പൂത്തിരിത്തലയാ, കൊള്ളാലോ. എന്താ പറയുക, ഇവൻ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ വിഷയത്തിൽ രേണുസുതിയുടെ പ്രതികരണം ഞാനിന്നിവിടെ നിന്ന് വെക്കാം. ഇല്ലെങ്കിൽ എന്താ പറയുക, ആളുകൾ ചിലപ്പോൾ ഇവൻ്റെ ഈ വർത്തമാനത്തിലാണ് വീണു. രേണുസുതി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാനിവിടെ പ്ലേ ചെയ്യാം. വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക്, ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന, വിപിൻ ലാൽ എന്ന് പറയുന്ന ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻ ലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എൻ്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ, 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കുക അങ്ങോട്ടും ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നിട്ടില്ല. ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രേണു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമേ നിങ്ങൾക്കറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. രേണുസുതി പറഞ്ഞു വെക്കുന്നത് ഈ വ്യക്തിയായിട്ട് അറിയാം, ഈ വ്യക്തിയായിട്ട് തരക്കേടില്ലാത്തൊരു കണക്ഷൻ ഉണ്ട്, വർക്കിന് വേണ്ടി വിളിച്ചതാണ്, അഡ്വാൻസ് അയാൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്,
പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഇയാൾ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറി ലൈൻ എന്താണെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ അയാളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതിക്ക് ഓൾറെഡി ഡ്രസ്സും കാര്യങ്ങളും അയച്ചു കൊടുത്തു, അതിൽ കംഫർട്ടബിളാന്ന് പറഞ്ഞു, സ്റ്റോറി ലൈനും നറേഷൻ പറഞ്ഞു കൊടുത്തു, അതും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കുറേ മീഡിയക്കാരെ വിളിച്ചു കൊണ്ടുവന്നു. ഈ മീഡിയക്കാരെ ആസ്പെക്റ്റിൽ എനിക്ക് 10 പറയാനുണ്ട്, അത് ഞാൻ പറയും. അല്ലാതെ എനിക്കിവിടെ രേണുവിൻ്റെ ഭാഗം കേൾക്കുന്ന സമയത്ത് രേണു കംഫർട്ടബിൾ അല്ല എന്ന് പറയേണ്ടത് രേണു തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റയാളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണം. പിന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു ഷോർട്ട് മൂവിയോ ഈ റീൽസ് ആണെങ്കിൽ പോലും ഇവിടെ ഒരാൾ നമ്മളായിട്ട് കൊളാബറേഷൻ വരുമ്പോൾ, ഒരാൾ നമുക്ക് വർക്കായിട്ട് വരുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം മൊത്തം വീട്ടിലേക്ക് അയപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അയച്ചു വാങ്ങുന്ന പരിപാടിയൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇത് ഏത് നായിക എങ്ങനെ ചെയ്തിട്ടുള്ള ലോകത്ത് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവുമില്ല. എൻ്റെ അറിവിൽ ഒരു നായികമാർക്കും അങ്ങനെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്ഷൻ ടീമും എന്ത് ചെയ്യില്ല, ഡ്രസ്സും സാധനങ്ങളും അയച്ചു കൊടുക്കില്ല. മറ്റൊക്കെ യൂണിവേഴ്സ് വേറെയാണല്ലോ, അപ്പോൾ പിന്നെ നമുക്കറിയില്ല മറ്റേ യൂണിവേഴ്സിൽ ഇങ്ങനെ ആയിരിക്കുക. എന്താണെങ്കിലും അങ്ങനെ ഡ്രസ്സ് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഒന്നും കേൾക്കാതെ വെറുതെ തംസപ്പ് ഇട്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ ഐ ലവ് യു രേണു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു അപ്പോൾ കേൾക്കാതെ തംസപ്പ് ഇട്ട രേണുവിൻ്റെ അവസ്ഥ എന്താ? കൊള്ളാം എന്താണെങ്കിലും. കാരണം ഇതൊക്കെ എന്താ പറയുക, ചില കാര്യങ്ങൾ പറയുമ്പോൾ രേണുസുതി പറ്റങ്ങട്ട് നിഷ്കളങ്കയാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടി പറയും, പക്ഷെ അത് കയ്യിൽ നിന്ന് പോകും. ഏത് അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഐറ്റങ്ങൾ. ഓക്കെ, ഇനി ബാക്ക് ടു ദാറ്റ് പൂത്തിരി തലയൻ. നമ്മൾ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട്, 5000 അഡ്വാൻസും കൊടുത്തു. പുള്ളിക്കാരത്തി വന്നു എന്നോട് മാനേജർ സംസാരിക്കാൻ പറഞ്ഞു. മാനേജറോട് 10 മിനിറ്റ് സംസാരിച്ചോളൂ, എനിക്ക് മാനേജർ എന്താണെന്ന് മനസ്സിലായി, ഞാനോട് കട്ട് ചെയ്തു. അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞു, മാനേജറുമായിട്ട് നമുക്ക് വേണ്ട കോൺടാക്ട് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. നമ്മൾ തമ്മിലാണ് ഇതുവരെ സംസാരിച്ചതും പ്ലാൻ ചെയ്തതും. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മളൊരു എഗ്രിമെന്റ് പോലും വെക്കാതെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു, അഗ്രിമെന്റ് വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ ചെയ്യാം. ഭാഗ്യത്തിന് 6-ാം തീയതി രാവിലെ എത്തി. 6-ാം തീയതി രാവിലെ എത്തി, വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എൻ്റെ വൈഫും അവളും കൂടി സീൻസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനൊക്കെ എവിഡൻസുകളുണ്ട്. സീൻസിന്റെ കാര്യം സംസാരിച്ചു. ഓരോ ഡ്രസ്സും അവരിട്ട് നോക്കി. കോസ്റ്റ്യൂം അവർ പറഞ്ഞ അളവിൽ നമ്മൾ തയ്ച്ചത് തന്നെയാണ് അവരെ അളവാണ്. അതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു പറയാൻ. തയ്ച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അവർ ഓക്കെ പറഞ്ഞതിന് ശേഷം രാവിലെ തുടങ്ങേണ്ട ഷൂട്ട് നമ്മൾ ഉച്ചയ്ക്കാക്കി. അപ്പോൾ ഇവള് ഫോണിൽ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ആക്കാമെന്ന്. അപ്പോൾ ഞാൻ ക്യാമറാമാനോട് പറഞ്ഞു ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാമെന്നാണ് അവള് പറഞ്ഞത്. പരിഹസിച്ചിരിക്കുക ചെയ്ത ക്യാമറാമാൻ. കാരണം എന്താന്ന് പോലും അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അപ്പോഴും തിരിച്ചറിയാം. നമ്മൾ വിചാരിക്കുന്നത് ഓരോ ദിവസം കൂടുന്തോറും ഇവർ പഠിച്ച് വരുന്നുണ്ട്, ഇവർ ഇതിലേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ആത്മാർത്ഥമായി നിൽക്കുകയാണ്, മറ്റുള്ളവർ വെറുതെ ഇതിനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് എന്നായിരുന്നു സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ആ സെക്കൻഡ് വരെ. ഒന്നാമത്തെ കാര്യം, ഇവൻ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവൻ എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ റെഡിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ വരുന്ന കുറച്ച് കാശൊക്കെ എടുത്തിട്ട് ഇവൻ ഇതേപോലെ വൈറലാവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് ഒരു സാധനം ഉണ്ടാക്കണം. ആണല്ലോ നേരത്തെ അവൻ പറഞ്ഞത്. ഭക്തിപ്പാട്ടും ഭക്തി പരിപാടിക്കും വേണ്ടിയിട്ട് വയ്യാത്ത കുറേ കുട്ടികളെ കൊണ്ടുവന്ന് വൈറലാക്കാൻ നോക്കി. അതിന് പിന്നെ രേണുവിനെയും ദാസേട്ടനെയും കൊണ്ടുവന്നു. ഇപ്പോൾ വീണ്ടും രേണുവിനെ കൊണ്ടുവരുന്നു. സോ ബേസിക് തിങ് അതാണ്. അങ്ങനെ ചെയ്യണ ഒരുത്തന് ഇപ്പോൾ രേണു പറയുകയാണ് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഞാൻ സിനിമ ഡയറക്ടറാണ്. എന്നോട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റ് കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഒരു ഷൂട്ട് നടക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചൊരു ഫ്രെയിം എനിക്ക് കിട്ടണം. അതിന് ആ ടൈമിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റ് പറയുകയാണ് ഇല്ല നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നോക്കാമെന്ന് പറഞ്ഞാൽ ചിലക്കാതെ പോടാ പൊടിയെന്ന് പറയും. ഇല്ലേ, അടുത്ത ആളെ പിടിച്ചിടും. നമുക്ക് എൻ്റെ ഓഫ് ദ ഡേ നമ്മുടെ ആർട്ടാണ് വലുത്. ഇതെന്താ, ഇത് രേണുവിനെ കുറച്ച് ഫ്രെയിമിൽ കാണിക്കണം, രേണുവിനെ കുറച്ച് ഉമ്മ വയ്ക്കണം, രേണുവിനെ കെട്ടിപ്പിടിക്കണം, രേണുവിനെ എടുത്ത് പൊക്കണം. ഇത്രയേ ഉള്ളൂ. ഇവൻ്റെ ബേസിക് സാധനം ഇത്രയേ ഉള്ളൂ, അതിലപ്പുറത്തേക്ക് ഇല്ല. അപ്പം പിന്നെ രേണു ഉച്ചയ്ക്ക് മതി എന്ന് പറയുമ്പോൾ രേണു കൊത്ത രാജുവും അത് കേൾക്കാൻ വരും. രേണു പറയുമ്പോൾ പകൽ, രേണു പറയുമ്പോൾ രാത്രി എന്ന് പറഞ്ഞ പോലെ ഇവൻ ആന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയാം ക്യാമറാമാൻ പറഞ്ഞു ഹൈ എത്രയൊക്കെ വളർന്നു പോയെന്ന്. ക്യാമറാമാൻ ഏതെങ്കിലും വിവരമുള്ള ഒരുത്തനാവും. ക്യാമറാമാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അറിയോ, ഇവൻ പൊട്ടൻ, അത് ലോക പൊട്ടത്തി, ആ പൊട്ടത്തിൻ്റെ വാക്കും കേട്ട് ഈ പൊട്ടൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാശ് വാങ്ങി ഞാനിപ്പോൾ ഇതിൻ്റെ പരിപാടി ചെയ്തല്ലേ പറ്റൂ, എന്തേലും പുല്ല് കേട്ടെന്ന് ഇതാവും ക്യാമറാമാൻ്റെ മൈൻഡ്. പക്ഷേ അവരെ ഉച്ചയ്ക്ക് ഷൂട്ടിന് കൊണ്ടു ചെന്നപ്പോൾ അവരായിട്ട് വിളിച്ച് അറേഞ്ച് ചെയ്ത് തന്നെ കുറച്ച് ഇതുണ്ട് യൂട്യൂബേഴ്സിന്റെ നമ്പർ. അത് അവർ ഓരോന്ന് ഇട്ടിട്ട് ഇവരെ വിളിക്കണം, ഇവരെ മെസ്സേജ് ചെയ്താൽ പോരാ, ഫോൺ കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അമൽ എന്ന് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരുത്തിൻ്റെയും കൂടി നമ്പർ ലാസ്റ്റ് തന്നെ 7ാമതായിട്ട്. ഒന്നാമത് നമ്മൾ ഒത്തിരി പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര എമൗണ്ട് കണക്കാക്കി, ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് കണക്കാക്കി ചെയ്യാൻ ഞാനത് 80 രൂപേൻ്റെ അടുത്ത് ഒരൊറ്റ സീൻ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും
80,000 രൂപ അടുത്ത് എനിക്കിപ്പോൾ പോയി. അവരെ കൊണ്ടുവരുന്ന യൂട്യൂബേഴ്സ് വേണം, യൂട്യൂബേഴ്സിന്റെ ഈ പ്രൊമോഷൻ വേണം, എന്നാലേ ചേട്ടാ അങ്ങനെയാവും ഇങ്ങനെയാവും, ഞാൻ നമ്പർ തരാം, ഞാൻ അവർക്ക് ഇഷ്ടമുള്ള, എനിക്ക് മനസ്സിലായി അവർക്ക് ഇഷ്ടമുള്ള, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് അവർ വിളിക്കുന്നതെന്ന്. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇവർ ചെയ്ത് എന്നുള്ളത് എനിക്ക് പിന്നെ അങ്ങോട്ട് മനസ്സിലായി. അതായത് ഞങ്ങൾ മുക്കത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. മുക്കത്ത് നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ ഈ യൂട്യൂബേഴ്സിന് സംസാരിക്കുക, ബൈറ്റ് എടുക്കുക, എന്ത് വേണേലും ചെയ്യാം. ഇവര് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ലൈറ്റിങ്ങിന്റെ മുമ്പിൽ വരെ മൊബൈലും പിടിച്ച് ലൈറ്റ് ബ്ലോക്ക് ചെയ്യാണ്. മാറി നിൽക്കാൻ നമ്മൾ പറഞ്ഞാൽ പോലും മാറി നിൽക്കാത്ത രീതിയിൽ ഇവര് ഷൂട്ട് ചെയ്യുന്ന സാധനം എടുക്കുകയാണ്. 21 റീൽസ് ആണ് അവരിട്ടത്. 1-2 അല്ല, 21 റീൽസ്. ഞാൻ ആകെ 8 മിനിറ്റിന്റെ 8 സെക്കൻഡിന്റെ ഒരു സീൻ എടുക്കാൻ നോക്കുമ്പോഴേക്കും 21 റീൽ ഇട്ട് കഴിഞ്ഞാൽ ഒരാള്. അതിന് ചങ്ങായി എൻ്റെ കഴിവില്ലായ്മ മാത്രമേ ഞാനിതിന് പറയൂ. രേണുസുതി രേണുസുതി പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ യൂട്യൂബേഴ്സിന് ചുറ്റും നിർത്തി അത് ഫുള്ള് വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ രേണുസുതി അതിനെ അനുഭവിക്കുന്നുണ്ട്. ഈ ചെയ്യുന്നൊരു പരിപാടിക്ക് രേണുസുതി തന്നെ എന്നോട് പറയുകയാണ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ വിളിക്കണം എന്ന് പറഞ്ഞാൽ, ഇല്ല എനിക്ക് പ്രൊമോഷൻ്റെ കാര്യമൊന്നുമില്ല, ഇത് തീർത്തിട്ട് പ്രൊമോട്ട് ചെയ്താൽ മതി, എന്നിട്ട് വിളിച്ചാൽ മതി എന്ന് പറയാനുള്ള ഗട്ട്സ് എനിക്ക് വേണം. അത് എനിക്കില്ല. ആൾക്കും കൂടി ആ കൂട്ടത്തിൽ വൈറലാവണം എന്നുള്ളതുകൊണ്ട് അവരും കൂടി വന്നു കഴിഞ്ഞാൽ ഓരോ മുന്നിൽ എനിക്ക് 10 പറയാമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ റീലൊക്കെ ഞാൻ കണ്ടതാണ്. അതൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ പേരും പറയുന്നുണ്ട്, എന്താ ചെയ്യണേന്ന് പറയുന്നുണ്ട്, രേണുവിൻ്റെ ഒപ്പം നിന്ന് അവിടെ സംസാരിക്കുന്നുണ്ട്. ഇതേ ഈ യൂട്യൂബേഴ്സിനൊന്നും പറയരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്ന റീൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ ഇവരെ ഷോർട്സ് ഒന്നും അധികം. ഇവരെല്ലാവരും ഈ രേണുവിൻ്റെ ഒപ്പം നടക്കുന്നവർ മോസ്റ്റ് മെജോറിറ്റി ആളുകളും റീൽസിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്ന ആൾക്കാരാണ് രേണുവിനെ വെച്ചിട്ട്. അപ്പോൾ അത് മൊത്തം യൂട്യൂബേഴ്സിൻ്റെ തലയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അത് നിങ്ങളും കൂടി ഒന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പോൾ ഇവർ നിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നീ വെച്ച ലൈറ്റും നീ വെച്ച ക്യാമറേൻ്റെ മുന്നിലും വന്ന് നിന്ന് അത് വീഡിയോ ആക്കി, അതായത് നീ ഇപ്പോൾ ഒരു സിനിമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജിത്തു ജോസഫ് ദൃശ്യം എടുക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ബൈറ്റ് എടുക്കാൻ ചുറ്റും ഓൺലൈൻ മീഡിയ കൂടി എന്താവും, അവിടെ കുഴിയും കുത്തി മൂടൂലേ, തച്ചോടിക്കില്ലേ? ഇത് ഇവൻ എടുക്കാൻ വെച്ച സീന് മൊത്തം അവരെടുത്തിട്ട് എന്ത് ചെയ്യും, അവരെ എയർ ചെയ്യുന്നു. ഇവൻ പറഞ്ഞ പോലെ ഇവൻ്റെ ഒരു 8 സെക്കൻഡ് അവർ 21 റീലാക്കി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് അതിലൊരു കുഴപ്പമാണെന്ന് തോന്നിയില്ലേ? ഈ അവിടെ അതൊക്കെ കണ്ടുകൊണ്ട് അഭിനയിക്കായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ വിഷ്വൽ ഉണ്ടല്ലോ. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഒരു ഡയറക്ടറാണ് എനിക്കിതിലൊരു പ്രൊഫഷണലിസം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യം അവർ ചവിട്ടി പുറത്താക്കില്ല. അവിടുന്ന് രേണുവിനോടും പോകാൻ പറയില്ല, വിട്ട വണ്ടി മോളെ, ആവശ്യമില്ല എന്നെ. ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇനി കഴിവ് കെട്ടവളാണ് രേണു എന്ന് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ കഴിവുള്ള ഒരു കഴിവേറീനെ കൊണ്ടുവന്ന് എനിക്ക് എടുപ്പിച്ചാൽ പോരെ? അണക്കോ ഇല്ല. എന്നാൽ അത്യാവശ്യം അറിയുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം. ഇതറിയുന്ന പണി അറിയുന്ന അതല്ല അപ്പോൾ അവൻ്റെ ആവശ്യം. രേണുസുതിയിൽ പിടിച്ച് എങ്ങനെയെങ്കിലും പാരസൈറ്റായിട്ട് ഫേമസ് ആവണം, അതാണ് ആവശ്യം. ഞാൻ പറയുമ്പോൾ രേണുസുതി ഇവൻ്റെ ഇത് അങ്ങോട്ട് കാശ് വാങ്ങണം, രേണുസുതി കാശ് വാങ്ങണം. കാരണം രേണുസുതി വഴി ഫേമസ് ആവാൻ നോക്കുമ്പോൾ രേണുസുതി പറയാൻ 50,000 ഇട്ടിട്ട് എന്താ കാണിച്ചിട്ട് പോയിക്കോന്ന് പറയണം. ഇങ്ങനത്തെയൊക്കെ ചൊപ്പല്ലാത്തവരോട് അതാണ് ശരിക്കും രേണുസുതി ചെയ്യേണ്ടത്. ബാക്കി പണ. അപ്പൊ ഈ ഇട്ട റീലൊന്നും നമ്മളാരുമില്ല രേണു 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 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രേണുവിൻ്റെതായിട്ടുള്ള ഒരു പ്രമോഷന് വേണ്ടിയിട്ടും തിരിച്ച് ഇവർക്ക് സഹായിക്കുകയും ചെയ്തിട്ട് ഇവർ തമ്മിൽ ഒരു നല്ല ടൈമാക്കി വെച്ചതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി ഇവിടെ സംസാരമില്ല, അങ്ങനത്തെ വിഷയം ഒന്നുമില്ല. പക്ഷെ അവൾക്ക് വേണ്ടിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഇടുകയാണ്. അതെ, മുക്കത്തൊരു ചെറിയ ഐസ്ക്രീം പാർലറിൽ നിന്നുള്ള ഷൂട്ടായിരുന്നു. അത് എങ്ങനെ ഞങ്ങൾ എടുത്തു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു. കാരണം കോസ്റ്റ്യൂം പുറത്ത് കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇവരെ ബൈറ്റ് എടുക്കാൻ മാത്രമല്ലാതെ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. സ്വിമ്മിംഗ് പൂളിനൊരു സീനുണ്ട്, അവിടേക്ക് ഇവരെ വിളിക്കരുത് എന്ന് രേണു എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. യൂട്യൂബേഴ്സിനെ ദയവ് ചെയ്ത് വിളിക്കരുത്, പൂളിന്റെ അടുത്ത് വിളിക്കരുത് ചേട്ടാ, പൂളിന്റെ അടുത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തായാലും തീരുമാനിച്ചു വെച്ചാണ്, ഞാൻ വിളിക്കുന്നില്ല. അവർ ലിമിറ്റിൽ കൂടുതൽ കയറിയിട്ട് അവർ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്, സീൻ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ അപ്പം വരുന്ന റിസൾട്ടും കമന്റും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രേണു പറയാണ് ഇത് കാണിക്കാതെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് അവരോട് തന്നെ. അവരത് ഇടുന്നു, അത് വേറെ ആള് അത് എന്താ പറയാ വൾഗാരിറ്റി ആയിട്ട് കാണിക്കുന്നു. അത് അന്നേരം തന്നെ ഈ കുട്ടിയെ കാണിക്കുന്നു, ഇവർ ചർച്ച ചെയ്യുന്നു, അവരിയ്ക്കുന്നു, ഏത് ഞങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിലൊക്കെ കയറി ഇരുന്ന് സംസാരിക്കുന്നു, ഇടപെടുന്നു നിങ്ങൾക്ക് കാണാം. ഇവർ രേണുവിനെ കുറ്റം പറയാനോ അതോ രേണുവിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ബൈറ്റ് ഷെഫിനയ്ക്ക് കൊടുത്തത്? അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ, ചുറ്റുമുള്ള ഈ പറഞ്ഞത് സോ കോൾഡ് വീഡിയോ എടുക്കുന്ന ആളുകളെല്ലാവരും കൂടിയിട്ട് രേണുവിനെ ഒരു മാഫിയ സംഘം പോലെ പൊതിഞ്ഞ് രേണുവിനെ വിറ്റുകൊണ്ടിരിക്കുക എന്നല്ലേ. അതിൽ രേണുവിന് പോലും കൺട്രോൾ ഇല്ല, പാവം കുട്ടി രേണു എന്നല്ലേ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാ, ഇത് എന്തിനാണ് ഇപ്പോൾ, എന്താണ് എൻ്റെ പ്രശ്നം? ഈ പറഞ്ഞത് എന്താണെങ്കിലും
എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടില്ല, ആ ഒരു വർക്കിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ അവിടെ കസാലയിൽ ഇരുന്നിട്ട് എൻ്റെ പേരെന്തോ ആണെന്നോ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ ദാസേട്ടനൊന്നും ഇത് ചെയ്താൽ പറ്റൂല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അല്ലേ കസാലയിൽ ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അവിടെ സൈഡിൽ കൊടുക്കാം. എന്ത് വേണേലും ചെയ്യും, ഏത് വിഷയം കൊടുത്താലും രേണു ചെയ്യും. പക്ഷെ നായകനവൻ ആളെ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ ദാസനൊന്നും പോലെ ഇത് ദാസന് പറ്റൂല. അതുകൊണ്ടാണ് കണ്ടല്ലോ, ഇതാണ് അന്ന് ആ ഷൂട്ടിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായത്. ഈ ചങ്ങായി പേര് പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ പഴയ വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ആര് ചെയ്യണം ആര് ചെയ്യണ്ട എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉമ്മം വെച്ചിട്ടുണ്ട്, അതിരുന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ പരിപാടി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്നിട്ടും വന്നിരുന്ന് വീണ്ടും വൈഡാ വൈ. എന്നിട്ട് ഈ പൂളിലുള്ള സീനിൽ എനിക്ക് ഷർട്ട് ഇടുന്ന സീനല്ല അത്. അവർക്ക് ഏകദേശം കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ്, പൂൾ ഡ്രസ്സാണ്. പക്ഷെ ബിക്കിനി അല്ല. ബിക്കിനി കാണിച്ചപ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം വേറെ ഒന്നിട്ടിട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി തന്നാണ്. അങ്ങനെയാണ് ഞാൻ അത് എടുത്തു വെക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനൊരു ഓവർ കോട്ടും വരുന്നുണ്ട്, അതും കൂടി വരുന്ന ഡ്രസ്സാണ്. പക്ഷെ പൂളിലാണ് ഇടേണ്ടത്. ഈ പൂളിൽ വെച്ചുള്ള സീനാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബോഡി കുറച്ചുകൂടി ദമ്മാക്കി എടുക്കുക. ഞാനൊരു 6-7 മാസമായിട്ട് മറ്റേ ഡയറ്റൊക്കെ നടത്തി ജിമ്മിലൊക്കെ പോയി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് ആ ഒരു ഇത്തിരി പോകുന്ന അശു പോലത്തെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോഡി റെഡിയാക്കി. എനിക്ക് മെസ്സേജ് ചെയ്യണം, വയറ് കുറയ്ക്കണം മാഷേ, തടി കുറയ്ക്കണം മാഷേ എന്ന് സംവിധായകനെ വിളിച്ച് അവർ പറയാം. ഞാനത് രസത്തോടു കൂടി അവർ ഉത്തരവാദിത്തമായിരിക്കും, അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും, ആത്മാർത്ഥത കൊണ്ടായിരിക്കും നേരിച്ച് കേട്ടിരിക്കുന്നു. അതൊക്കെ രസമായിട്ട്. ഇപ്പം എനിക്ക് അതൊക്കെ പരിഹാസമായിട്ട് തോന്നുന്നതാണ്. എന്തറിഞ്ഞിട്ടും എന്ത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ കുട്ടിയൊക്കെ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. പറയുന്ന ഈ പിന്നെ ഓസ്കാർ നോമിനേഷനുള്ള സിനിമ എടുത്ത് വെച്ചവനാണല്ലോ. എടാ ചെങ്ങായി, രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയെങ്കിലും പറഞ്ഞില്ല എന്നോട്, ഒന്ന് ഡയറ്റ് ചെയ്യും, ഒന്ന് ട്രിം ആവ്. ഈ രേണു ഇത് പറയാണ്ടായ റീസൺ എന്തായിരിക്കും എന്നറിയോ? ഇവൻ എടുക്കുന്നത് എന്തോ ഒരു ആർമി ബേസ്ഡ് കഥയാന്നുള്ളത് ഇവൻ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. രേണുവിന് തോന്നിക്കാണും വയറും ചാടി ഈ ആർമിക്കാരെ കളിയാക്കുന്ന പോലെ ഒരുത്തം വന്ന് നിന്ന് കഴിഞ്ഞാൽ രേണു വീണ്ടും വേറെ പോകുമല്ലോ. അപ്പം അതിന് വരെ രേണു ഒന്ന് പറഞ്ഞു പോയി. ഇല്ലെങ്കിൽ അത് കേട്ടോ, ഇനി വേറെ ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ കഥേനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കഥ, ഇപ്പൊ ഒരു ആൽബാണുള്ളത്. ഈ ആൽബത്തിൽ ഈ സ്റ്റോറി രേണുവിന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇതിന് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹണിമൂൺ ട്രിപ്പാണ്. ഹണിമൂൺ ട്രിപ്പായിട്ട് ഒരു മിലിറ്ററി ഓഫീസറും അവരുടെ കൂടെ ഉള്ള ഒരാളും കൂടി ഒരു ഹണിമൂൺ ഒരു റിസോർട്ടിലേക്ക് പോകുന്നതും, അവരവിടെ ഒരു റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന പൂള് കാര്യങ്ങൾ അവിടുത്തെ ഫെസിലിറ്റി മുഴുവൻ ഉപയോഗിച്ച് അവരൊരു 1-2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന ഇതാണുള്ളത്. അവര് കുറച്ച് ലക്ഷറി ആണ്. പിന്നെ ഓഫീസേഴ്സ് ആകുമ്പോൾ അവർ അതിനായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ടാവും അവർക്ക്. പിന്നെ അവർക്ക് നല്ല പ്രൈവസി ഉണ്ട്. അവർ തമ്മിലുള്ള പ്രണയം ഒരു നമ്മള് കുറച്ച് അധികമാണ്. അവരത്രയ്ക്കും പ്രണയിക്കുന്നവരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ആ ഒരു വാത്സല്യത്തിന്റെ ഭംഗിയാണുള്ളത്, അല്ലാണ്ട് സെക്സിന്റെ ആ ഒരു സംഭവം അല്ല. ഇതാണ് കഥേന്റെ സന്ദർഭം. കഥയൊന്നും ഇല്ല, വെറുതെ വായ തോന്നിയ ഒരു സാധനം. ഇവന് രേണുവിനെ വെച്ച് 2 കുൽസിതം കാണിക്കണം, വയറ്റിൽ മറ്റേ മുന്തിരി വെച്ചിട്ട് പുക്കിളിന്റെ മുകളിൽ നിന്ന് അത് കടിച്ചെടുക്കണം, രേണുവിനെ എങ്ങനെ ഒക്കത്തെടുത്ത് വെച്ചിട്ട് വേറെന്തോ ചെയ്യണം, ലിപ് ലോക്ക് ചെയ്യണം, പൂള് കുളിക്കണം. ഇവൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ല? എന്നിട്ട് അതുവഴി വൈറലാവണം. ബാക്കി കുറേ ആൾക്കാർ വൈറലായല്ലോ, അതുപോലെ വൈറലാവണം. അതിന് വേണ്ടിയിട്ട് ആശ ഒപ്പിച്ച പരിപാടി. എന്നിട്ട് പിന്നെയും വന്നിരുന്നിട്ട് രേണുവിന് അഭിനയിക്കാൻ അറിയില്ല, രേണു അതിന് സമ്മതിച്ചില്ല, രേണു ഇത് കാണിച്ചു, രേണു മദ്യപിച്ചു, രേണു ലഹരി അടിച്ചു. ഹാ. ഇവളെ ഈ ഷൂട്ടിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ദുബായിൽ നിന്ന് മദ്യപിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും. എൻ്റെ മാനേജർമാരോട് അവർ വിളിച്ചപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും, ഞാൻ അടിക്കുന്ന മാജിക് മൂമെന്റ്സ് ആണ്, ഞാൻ സിഗരറ്റ് വലിക്കും, ജിമ്മിൽ പോകാൻ ഇപ്പോൾ കുറച്ചു കാലം ആയതിനു ശേഷം ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ്. സിഗരറ്റ് വലി എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു 5 കിങ്ങും ഒരു മറ്റേ ഇതും മാജിക് മൂമെന്റ്സും. ഞാൻ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് മദ്യപാനം നിർത്തിയതാണ്. ആ കിങ് എന്ന് പറഞ്ഞ സിഗരറ്റിന്റെ പേരാണ്. ഇതും മേടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ താഴത്ത് ഈ ജിമ്മിൽ കളിക്കുമ്പോൾ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവൻ വന്നു. അവന് കുറച്ച് തെർമോക്കോൾ, ഞങ്ങൾ 2 ട്രിപ്പായിട്ട് ഈ ഇത് കൊണ്ടുപോകണം. 2ാം ട്രിപ്പ് അവൻ എടുക്കാൻ വന്നപ്പോൾ തെർമോക്കോളും കുറച്ച് സാധനങ്ങൾ അത് എടുത്ത് വരുന്ന വഴിക്ക് ഞാൻ അവനോട് പറഞ്ഞു, നീ ചെന്നിട്ട് ഈ 500 സാധനം വാങ്ങണം. ഇത് 500 കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ സാധനം എന്റെ കണക്കൂട്ടിൽ 1 ലിറ്ററുള്ള സാധനം അത്. അപ്പൊ അവൻ ചെന്ന് ഇത് 500 സാധനം വാങ്ങി, 2 ബിയർ വാങ്ങി, 5 കിങ്ങും വാങ്ങി. ആർക്ക്? ഇതിൽ അഭിനയിക്കാൻ, എന്റെ ഇതിൽ അഭിനയിക്കാനുള്ള കുട്ടി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവർക്ക് കൊടുക്കാന്ന് പറയും. ഏൽക്കാണ്, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനത് മേടിച്ച് ഈ റിസോർട്ടിലെത്തിയ സമയത്ത് ഇവൾ അവിടെ ഇല്ല. ബാക്കി എല്ലാവരും പകച്ചു നിൽക്കുക ഞാൻ കാണുന്നു. എന്റെ വൈഫ് അടക്കം അവിടെ വായി നോക്കി നിൽക്കുക ഞാൻ കാണും. അപ്പൊ ഞാൻ അവരോട് ആദ്യം ഷൗട്ട് ചെയ്തു, ഒരു ചായ മേടിച്ച് കൊടുക്കാനായിട്ടല്ല അവർ പോയത്. അവരെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ വെയിറ്റാണ്, മണിക്കൂറുകൾ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുകയാണ്. ഇവരെ കാണുന്നില്ല.
പിന്നെ അവർ വരുന്നത് ഒരുമിച്ച് കൂട്ടമായിട്ടാണ്. ഒരു കാറിനകത്ത് ഏകദേശം 8 പേരാണ് പോയത്, രേണു അടക്കം. ആ കൂട്ടം തിരിച്ചു വരിക. അതുവരെയുള്ള അവളുടെ പെരുമാറ്റം അല്ല. പിന്നെ എന്താണ് അടിച്ചതെന്ന് എനിക്ക് ആ ഒരു സംശയം. എന്താണ് അവരടിച്ചതെന്നുള്ളതിന് എനിക്ക് ഒരു ക്ലിയർ കിട്ടുന്നില്ല. കാരണം മണമൊക്കെ ആണെങ്കിൽ നമുക്കും അറിയുമല്ലോ, ആടുന്നൊക്കെ കാണല്ലോ. പക്ഷെ അവർക്ക് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. സ്ഥലകാലം ഏതാണെന്ന് അറിയില്ലായിരുന്നു. ആ ബിൽഡിങ്ങിൽ ഇവർ നിന്ന് സംസാരിക്കുന്ന ബിൽഡിങ്ങിന്റെ ചുറ്റും CC ക്യാമറ ഉണ്ടെന്നും അത് റിസോർട്ട് വന്ന് പോലും മനസ്സിലാക്കാതെ അവർ കിടന്ന് അലറുകയായിരുന്നു. എന്റെ സ്വന്തം നാടാണത്. അവിടെ നിൽക്കുന്ന ക്രൂ, എന്റെ വൈഫ്, എന്റെ മക്കളൊക്കെ അടക്കം ആ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ആ റിസോർട്ട് ഓപ്പൺ ചെയ്ത് തന്നാണ്. ഞങ്ങൾക്ക് അവിടെ എന്തും സാധിക്കും. പക്ഷെ ഞങ്ങളെക്കാൾ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കണ്ട് ഞാൻ അവിടെ തരിച്ചു നിൽക്കുക ചെയ്തത്. എനിക്ക് പൈസയല്ല, ജീവിതമാണ് വലുതെന്ന് തോന്നിയ സെക്കൻഡിൽ ഞാൻ പാക്ക്. ലഹരി ആരോപണം രേണുസുതിക്കെതിരെ. എന്നാൽ എന്ത് ലഹരി അടിച്ചതെന്നറിയില്ല. പിന്നെ ഈ എന്ത് കലയെ ഇഷ്ടപ്പെടുന്ന കലാകാരനാളാ? ഏതെങ്കിലും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ ചെയ്തു കൂടി. ഡയറക്ടർമാർ ചെയ്യൂ. സ്വന്തം ആർട്ട് ചെയ്യാൻ വന്ന ഒരാൾ കള്ളും ബാക്കി സാധനവും ചോദിക്കുമ്പോൾ അത് മേടിച്ചു കൊടുത്തു ഇത്ര ക്രെഡിറ്റിൽ പറയാൻ ഉളുപ്പില്ലേ കണക്ക്? ഞാൻ കള്ള് വേച്ച് കൊത്ത്, ഞാൻ കുടിക്കാറില്ല, പക്ഷെ ചോദിച്ചപ്പോൾ ഞാൻ വേച്ച് കൊത്ത്. അപ്പം ആളെ മാറ്റി വേറെ ആളെ വെച്ച് സാധനം എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ആവശ്യം നടക്കണം. അത് നീ കള്ള് മേടിച്ച് കൊടുത്തിട്ടാണെങ്കിലും നടക്കണം. കൂട്ടത്തിലൊരു ലഹരി ആരോപണം. ഒരു എന്ത് ഉപയോഗിച്ചു ഇല്ല എന്നൊന്നും അവൻ അറിയാൻ പാടില്ല. അടിച്ചത് എന്താണെന്ന് അവൻ അറിയില്ല. ഇപ്പം ഞാൻ അടിച്ചത് ചോദിക്കരുത്. ഞാൻ അടിച്ചത് മറ്റേ യാഡ്ലിൻ്റെ മിസ്റ്റാണ്. പറയാൻ പറ്റില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ എന്താ അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതായില്ല. മിസ്റ്റ് അടിച്ചതാണ്. ഒന്ന് കളിക്കാൻ പോകും, ഒരു മണം വേണം. കളി മീൻസ് ക്രിക്കറ്റ്. ഈ അപരാധം പറയുമ്പോൾ ഇനി എന്ത് കളി എന്നൊക്കെ ചോദിച്ചു പോകും. കാട്ടിൽ പോയി കളിക്കാൻ പറ്റില്ലല്ലോ, ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പം ഇവൻ ഈ പറഞ്ഞ ലഹരി ആരോപണം, കള്ള് മേടിച്ചു കൊടുത്തതിന് ആദ്യം അണക്കിട്ടാണ് തരേണ്ടതുള്ള കാര്യം പറയാലോ. പിന്നെയാണോ അപ്പുറത്ത് ലഹരി ആരോപണം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അലമ്പ് വെച്ചുണ്ടാക്കിയത് ഒരു വീഡിയോ ആയിട്ട് ഷെഫീനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനകത്ത് ടു ബി ഹോണസ്റ്റ് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്തോ ഒരു സീൻ ചെയ്യാൻ പറ്റില്ല, അവർ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ല. അതിൻ്റെ വോയിസ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവിടെ ഇവിടേക്ക് ഭയങ്കര കുറച്ചിങ്ങനെ വോയിസ് ഭയങ്കര സ്കാറ്റേർഡ് ആണ് അതിനകത്ത്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ചെയ്ത് ഞാൻ പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമില്ല പറഞ്ഞു. ഞാൻ കേട്ടിട്ട് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കുവാണ്. അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? ചെയ്താ പോരെ? ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഇത്രയും വീഡിയോക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ. എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോരെ? എനിക്ക് പറ്റത്തില്ല. അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഷോപ്പ് പറയും? അതിനകത്ത് രേണുസുതി കംഫർട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അവർ കംഫർട്ടബിൾ അല്ലാത്ത വല്ല സീനോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പോയി പറഞ്ഞു കാണും. അവരവിടെ കിടന്ന് ഒച്ചയും വിളി ഉണ്ടാക്കി. അതിന് ഈ ആയിട്ടൊരു നറേറ്റീവ് കൊണ്ടുവന്നു. ലഹരിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലഹരി ഉപയോഗിച്ച് എൻ്റെ സെറ്റിൽ വന്നു എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ട് നർക്കോട്ടിക്സിനെയോ എക്സൈസിനെയോ വിളിച്ച് പറയണം. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളതല്ലേ ചെയ്യേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സമയം കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഒരു പറയുന്നില്ല, ഞാൻ പറയട്ടെ. ഇതെന്താ അറിയാം, ഇത് അവിടെ വെച്ച് എന്തോ സീനല്ല, അൽക്കുലത്ത് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസം രേണു അത് പുറത്ത് പറഞ്ഞിട്ടില്ല. രേണു പറയാത്തപ്പോൾ ഇവനൊരു പേടി, ഈ നാളുകളിൽ ഇത് വേറെ എന്തെങ്കിലും രീതിക്ക് വന്നാലോ. അപ്പം ആദ്യമേ വന്ന് രേണുവിൻ്റെ തലയ്ക്ക് ഈ സാധനം ഇട്ട് കൊടുക്കുക. എന്ത് പറഞ്ഞിട്ട് ബഹളം വെച്ചേ? ബഹളം വെക്കുന്ന എന്താ വെച്ചാൽ എടുക്കുന്ന സീനുണ്ട്. അവളെ എടുക്കുന്ന സീൻ, അതായത് പാർട്ടി ഡാൻസ് കളിച്ചതിന് ശേഷം അവളെ എടുക്കുന്നത് മുഖത്തോട് മുഖമാണ്. ഇങ്ങനെ കാല് രണ്ടും പുറകോട്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ എടുക്കും. മുഖത്തോട് മുഖമാണ് ആളെടുക്കുക. എടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് അവൾ കുറച്ച് ആക്ടിവിറ്റീസ്, കവിള് നുള്ളുക, കിസ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാന്നല്ല, ഇതൊക്കെ അഭിനയിക്കാം. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സമ്മതിച്ചല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ വോയിസ് നമ്മുടെ വാട്സപ്പിൽ കിടക്കുകയാണ്. ആ പ്രാവശ്യം ആൽബം ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ലിപ് ലോക്ക് സീൻ ഇട്ട്. അത് ഞാൻ വെറുതെ ചോദിച്ചത്. അവൾ ആ ഒരു ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചാ.
അപ്പൊ പറഞ്ഞു ലിപ് ലോക്ക് ഞാൻ ചെയ്യാം, ദാസേട്ടൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അയാൾ ഫാമിലി ആയിട്ട് അന്ന് തന്നെ മറ്റേ ആ പാട്ടിനകത്ത് അയാൾ കുറച്ച് ഇംഗ്ലീഷ് സീൻ കട്ട് ചെയ്ത് കളഞ്ഞാന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ ഈ ആൽബത്തില് ദാസനും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഓർമ്മയിലാണ് ഞാൻ ഈ പാട്ടിനകത്ത് ഒരു ലിപ് ലോക്ക് സീൻ പ്ലാൻ ചെയ്തു. അവരോട് പറഞ്ഞു ചെറിയ ലിപ് ലോക്ക് ഉണ്ട്, വയറിൽ നിന്ന് ഒരു മുന്തിരി കടിച്ചെടുക്കുന്ന സീനുണ്ട്, കുറച്ച് ഇന്റിമേറ്റ് സീനുണ്ട്. സീൻ ഈ ആൽബത്തിനനുസരിച്ചല്ലാത്ത ഒറ്റ സീനും ഇല്ല, വൾഗാരിറ്റി ഇല്ല. ഉള്ളത് നമ്മൾ ആ സ്പോട്ടിൽ ആലോചിച്ച് ക്ലിയർ ചെയ്തിട്ടേ ചെയ്യൂ. നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഒറ്റ സീൻ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് നടക്കില്ല, അത് എടുക്കില്ല എന്നല്ല, അങ്ങനെ ഒന്നും നടക്കില്ല. ഇവിടുത്തെ നിയമവും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നേരിൽ കണ്ടും തൊട്ടും അറിഞ്ഞിട്ടുള്ള എനിക്ക് നിയമം, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കോടതി എന്താണെന്നും നിയമം എന്താണെന്നും പോലീസ് എന്താണെന്നും കൺസെന്റ് എന്താണെന്നും. അപ്പൊ അത് ചോദിച്ച് എന്റെ വൈഫ് കൂടി ഉണ്ട് കൂടെ. എന്റെ വൈഫാണ് ചോദിക്കുന്നത്, ലിപ് ലോക്ക് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബാക്കി AI വെച്ച് സെറ്റ് ചെയ്യാന്നാ പറഞ്ഞു. അതിന്റെ മാക്സിമം ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും മാക്സിമം ഇന്റിമേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവള് പറഞ്ഞു അത് കുഴപ്പമില്ല, കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാണ്. എനിക്ക് ഞാനാണ് നായകൻ, എനിക്ക് എന്റെ ലിപ് ലോക്കിന് വേണ്ടി എന്റെ വൈഫാണ് പോയിട്ട് കൺവിൻസ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും, എന്റെ വീട്ടിലാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്, എന്റെ വീട്ടിൽ നിന്നാണ് അവൾ ആദ്യം മേക്കപ്പ് ചെയ്യുന്നത്. ഇവൻ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്, ഭാര്യയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈൻ ഇവൻ പിടിക്കുന്നുണ്ട്. അത് കാണുന്നവർക്ക് പ്രേക്ഷകർക്ക് കൺവിൻസ് ആവാനായിരിക്കാം, അല്ലെങ്കിൽ ഇവർ രേണുവിനും ഭാര്യ ഉണ്ടായിരുന്നൊക്കെ രേണുവും പറയുന്നുണ്ട്. എടാ എന്തോ ആയിക്കോട്ടെ, ഈ എടുക്കാൻ പോണത് ഒരു ആർമി ഓഫീസറിന്റെ എന്തോ ഹണിമൂൺ സെറ്റപ്പാന്നാണ് പറയുന്നത്. ഒന്നാമത് ആർമി ഓഫീസറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു ആർമിക്കാരൻ്റെ അങ്ങനത്തെ ഒരു ലവ് ഫേസ് കാണിക്കാനാണെങ്കിൽ ലസ്റ്റ് കാണിക്കേണ്ട കാര്യമുണ്ടോ അതിനകത്ത്? ഈ പറയുന്ന സാധനങ്ങൾ ലവിനുപരി ലസ്റ്റിലേക്കാണ് പോകുന്നത്. ആർമിക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ ആർമിക്കാരൻ്റെ ഇമോഷൻസ് കാണിക്കാനോ ആണെന്നുണ്ടെങ്കിൽ ആർമിക്കാരൻ്റെ ലസ്റ്റ് അല്ല എടുത്ത് കാണിക്കേണ്ടത്. നന്നായി ഈ സാധനം നടക്കാത്തത്. അല്ല ആർമിക്കാരൻ്റെ എന്ന് പറഞ്ഞിട്ട് ആർമി ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെ ആർമിക്കാരെടുത്ത് കൊണ്ടുപോകും, തുളയിട്ടിട്ടുണ്ടാവും ബാക്കിൽ. എൻ്റെ മോനെ എന്തോന്നാണ് എന്ത് അപരാധമാണ് ഈ, ഞാൻ പറയണില്ല. ഇതെന്താ പറയുക, ഒന്നാമത് രേണുവിനെ പറഞ്ഞാൽ മതി. ഇതിനൊക്കെ ഇങ്ങനത്തെ അപരാധങ്ങൾ ആദ്യം മുതലേ കാണിച്ചു വന്നതുകൊണ്ടും ഇതിനൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടും ഇതിനൊക്കെ നിന്നു കൊടുത്തതുകൊണ്ടും ഈവൻ മീഡിയക്കാരാണെങ്കിൽ പോലും രേണുവിൻ്റെ പെർമിഷനോ കാര്യങ്ങളോ ഇല്ലാതെ രേണുവിൻ്റെ ഫോട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുക. മനസ്സിലായോ? രേണു വിളിക്കുമ്പോഴത്തേക്ക് ഇവർ മറ്റേ ഇതുപോലെ വരിക, അട്ട പോലെ വരിക. എനിക്ക് തോന്നുന്നു രേണുവിൻ്റെ എന്തെങ്കിലുമൊക്കെ തുടക്കകാലങ്ങളിൽ രേണുവിൻ്റെ കൈവിട്ട് പോയ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ കാണുമായിരിക്കും. അതാണ് രേണു ഇവരെ വിളിച്ചു കൊണ്ടുവരുന്നത്, ഇപ്പം കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ നിന്ന് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് ഇനി ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല. ഒരുപാട് ക്ലിപ്സ് ഉണ്ട്, ഇവ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രേണുസുതി അങ്ങനെയാണ് അഭിനയിക്കുക, ഇതൊരു ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് രേണുസുതിനെ. മനസ്സിലായോ? വീട്ടിലെ പട്ടിക്ക് പോലും ഇനി രേണുസുതി ഇട്ട ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അത്രയും ചെറുതാന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നാണമാനും ഉളുപ്പില്ലാത്തവന് ഈ എൻ്റെ ഇതിന് അഭിനയിക്കാൻ വന്ന ഒരാളെക്കുറിച്ച് ഇത്രയും ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പൈസയും കുറച്ച് തന്നു, ഈ പറയുന്ന സ്ഥലത്തും എത്തി, എല്ലാം കഴിഞ്ഞ് വീണ്ടും രേണുവിനാണ് ഇവൻ്റെ കുറ്റം. കൊള്ളാം. എന്താണ് ഇതിൻ്റെ രേണുവിൻ്റെ റിപ്ലൈ അവിടെ വയ്ക്കാം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല, ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെറുത്താത്ത അതുപോലെ ഇപ്പൊ പലരെ വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ആ ഇവരുടെ വീട്ടിൽ ചെന്ന്, വിപിൻലാൽ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവര് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണോ, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുക്കും. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിത് കംഫർട്ടബിൾ അല്ല. എന്നിട്ട് പോലും ഇവര് സീൻ പറയുന്നില്ല. ഇവര് പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കണം. ഓക്കെ ശരി, എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല ഇവന്മാരെന്നെ കൊന്ന് കുഴിച്ചു മൂടിയാനെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്. അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്കും. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്, ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെറുത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ
നിഷ്കളങ്കത, നമ്മളാരെ ചതിക്കുന്നില്ല, നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്നെ അറിയണു. അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട്, അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ, അപ്പം ദാസേട്ടനും പ്രതീക്ഷൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബമാണ് സിനിമയാണ് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ, പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചില്ല. കൊള്ളാലോടാ ഇവൻ ആള് കില്ലാടിയാണല്ലോ. അതിന് കൂട്ടി നിൽക്കുന്ന ഒരു ഭാര്യ, ബെസ്റ്റ് ഫാമിലി. അല്ല, രേണുസുതി അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി, കച്ചറുണ്ടാക്കി, വിഷയങ്ങൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അവർക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല, ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായി? ഇനിയിപ്പോൾ കഥ ഫുള്ള് കേട്ടു, കഥ നറേറ്റ് ചെയ്തപ്പോൾ ഈ കഥ കേട്ട പോലെ ആയിരിക്കും ഇവിടെ ഷൂട്ടിങ്ങിനകത്ത് എടുത്ത് വയ്ക്കുന്നത്. കാണുന്ന എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ നമ്മൾ. അത്യാവശ്യം ഷൂട്ടിങ്ങും സിനിമയും എങ്ങനെയാണ് ഒരു ഷോർട്ട് മൂവി എടുക്കേണ്ടത് എന്നൊക്കെ അറിയുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ 1 ലൈൻ പറയും, സിനോപ്സ് പറയും, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇനി സ്ക്രിപ്റ്റ് കൊടുത്തു എന്ന് വിചാരിച്ചോ. അവരിത് വായിച്ച് ഇവിടെ എത്തിയിട്ട് അവർ ആ ഒരു സീൻ എടുക്കുന്ന സമയത്ത് അവർ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക, ദാറ്റ്സ് ഇറ്റ്. അത് അതിൽ പറഞ്ഞു അതേപോലെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ തന്നെ അല്ലേ ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇതൊരുമാതിരി ഇവരെ വെച്ചിങ്ങോട്ട് മറ്റേ രീതിയിലൊരു സാധനം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾ ഓടിപ്പിടിച്ച് വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഷെഫീന ബീവി ഫണ്ട് ചെയ്ത് ഇവനെ ഇറക്കിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റേ ഷെഫീന ബീവി മകൻ്റെ അടുത്ത്, കിച്ചുവിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ബാക്കിലൊരു ഗൂഢാലോചന ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഷെഫീന ബീവി, അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് രേണുവിന് ഇതിൻ്റെ ബാക്കിലുള്ള കളി മനസ്സിലാവാത്തത്. ഇനി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, ഇത് ഷെഫീന ബീവി ഇറക്കിയ ആളോ അല്ലെങ്കിൽ ഷെഫീന കളിച്ച കളിയോ അല്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയത് ഇവൻ കുറച്ച് കാശ് കുഴപ്പമില്ല, ഒരു 5000 റുപ്യ ചിലവല്ലേ ഉള്ളൂ. പിന്നെ അന്ന് ദിവസത്തെ ഇതിൻ്റെ എല്ലാം കൂടി ഒരു 10, 30, 40 റുപ്യ ചിലവേ ഉണ്ടാവും, ഒരു 50 റുപ്യ ചിലവേ ഉണ്ടാവും. ആ 50 റുപ്യക്ക് ഓനൊരു ഷോർട്ട് മൂവി ഇനിയിപ്പോൾ രേണുവിനെ വെച്ച് ഇറക്കിയെന്ന് വിചാരിച്ചു, അത് എത്ര ആൾ കാണും? ഒരു മഞ്ചിയും കാണാൻ പോകില്ല. അപ്പോൾ അതിലും നല്ലത് എന്താ, ഷോർട്ട് മൂവി എടുക്കാനാന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് ഇതേപോലൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് രേണുസുധീൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ വിളിച്ച് വരുത്തി. അതാരാന്ന് നോക്കുമ്പോൾ ഷെഫീനയുണ്ട്, അതിലും ഉണ്ട്, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ഷെഫീന ബീവിയാണ് കുറച്ചും കൂടി സ്ട്രോങ്. ഷെഫീനാനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി അങ്ങനെ ഇട്ട് കൊടുത്താണ് ഇവൻ. അതും എൻ്റെ ബോഡി ലാംഗ്വേജിലും എൻ്റെ സംസാരത്തിനും വളരെ എവിഡൻ്റ് അല്ലേ. ഇനി ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാട്ടുകള്ളന്മാരായിട്ടുള്ള കമ്പനി വെക്കാതിരിക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവനൊരു ഫെയിമായിട്ട് നിൽക്കുന്ന സമയത്ത് സ്വയം നമ്മളെ യൂസ് ചെയ്യാൻ ആരൊക്കെ വരില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ചുറ്റുമുള്ള മീഡിയനെ കൺട്രോൾ ചെയ്യാനും അവർക്ക് നിങ്ങളുടെ മുകളിലുള്ള ഒരു അതോറിറ്റി കുറച്ച് കൊണ്ടുവരാനും ശ്രദ്ധിച്ചില്ല രേണുസുധി എന്നുണ്ടെങ്കിൽ രേണുവിന് പണി തരാൻ പോകുന്നത് ഈ മീഡിയക്കാരനെ ഇരിക്കും. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും, പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ചായയും ആ താഴത്തെ കടയിലറിയാൻ ചായയും പരിപ്പൂടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിൻലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചായിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം,
ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര് എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരുടെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല, സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവരെ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രൊമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞു ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇട്ട് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ കരയുക. അപ്പൊ എന്നോട് രേണുവിന് കംഫർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കത്തില്ല. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാള് ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ് ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അയാളെ കുറെ നേരം മിണ്ടുന്നത്. അപ്പം അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഇവർ ആ മറ്റവള് ഇനിയിപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൽബത്തിന് വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവളുടെ പറവിലുള്ള ചതിക്കുഴിയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ആര് വിളിച്ചാലും ഞാൻ അറിയാവുന്നവരെ വിളിച്ചാൽ മാത്രമേ എന്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇനി എല്ലാ കാര്യങ്ങളും. അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമരുന്ന് എനിക്ക് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതാണ് രേണു സുധി റിലേറ്റഡ് ആയിട്ട് ഷോർട്ട് മൂവി ചെയ്യാൻ പോയ സമയത്തുണ്ടായ ഒരു കോൺട്രവേഴ്സി. ഞാൻ എഗെയിൻ പറയുന്നു, ഇതൊക്കെ രേണു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? രേണു ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വള്ളികൾ രേണുവിന് വന്നുകൊണ്ടേയിരിക്കും. രേണു ആദ്യം ഒഴിവാക്കേണ്ടത് ഈ ചുറ്റും വിളിച്ചു വരുത്തുന്ന ഈ പറഞ്ഞ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിനെയാണ്. ആ ആളുകളൊക്കെ മാറ്റുക. രേണു പോകുന്ന സ്ഥലത്ത് അവർ മണത്തറിഞ്ഞ് വന്നാലും രേണുവിന് നോ പറയാം, വേണ്ടെന്ന് പറയും. ഇനി അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് രേണു, അവരോട് നോ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രേണുവിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർ പുറത്തിടുന്നുള്ള പേടി കൊണ്ടാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ അത്രയും കമ്പനി ആയിട്ടിരിക്കുമ്പോൾ ഇവർക്കൊക്കെ ബേസിക്കലി എന്താ, ഇപ്പം എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറേ അധികം പേരുണ്ട് അത്യാവശ്യം എത്തിക്സിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ മീഡിയേൻ്റെ ഇടയിൽ തന്നെ. അല്ലാത്ത കുറേ ടീംസ് ഉണ്ട്, നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും, ഓക്വേർഡായിട്ടുള്ള നമ്മളെ വല്ല സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മളെ വായന്ന് പോയ വല്ല കാര്യം എടുത്തിട്ട് കറക്റ്റ് കൊണ്ടുപോയിട്ട് അവരെ പേജിലിട്ടില്ലെങ്കിലും അവർ വേറൊരു ഫേക്ക് പേജ് ഉണ്ടാക്കി അതിൽ കൊണ്ടുപോയിടും. അങ്ങനത്തെ സൈക്കോപാത്തുകളൊക്കെ ഈ പറഞ്ഞ മീഡിയക്കാരുടെ ഇടയിലുണ്ട് കുറേ എണ്ണങ്ങൾ. അപ്പോൾ ഇവർ നല്ല രീതിക്ക് രേണുവിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ മാത്രം നിർത്തുക, അല്ലാത്തവരെ തട്ടിക്കളയുക. പിന്നെ മീഡിയാസിനോടാണ് ഇപ്പം നിങ്ങളെയും കൂടിയും വിളിച്ചു വരുത്തി അവിടെ ഇങ്ങനത്തെ ഒരു ഗെയിമിന് റെഡി ആയിട്ടാണ് നിങ്ങളടുത്ത് ഇവൻ്റെ അപ്രോച്ച് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങളതിൽ പ്രൂഫ് കാണുമല്ലോ, കോൾ റെക്കോർഡ്സോ സാധനങ്ങളോ കാണും. രേണുവിന് എടുത്ത് കൊടുക്ക്, മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവനാന്നുള്ളത് രേണു മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ രേണു അത് നാട്ടുകാരെ മനസ്സിലാക്കി തരട്ടെ. എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ എന്താ പറയുക ചള്ള് കോൺട്രവേഴ്സിയാണ് ഈ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഇതിന് കുറച്ച് വ്യൂസ് ഉണ്ട്, ഇതിന് കുറച്ച് അരി വാങ്ങാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ ഈ കുൽസിതോ അപരാധമോ ഒക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും അത് കാണുന്നവർക്കും ഒക്കെ ഒരു തരം ഒരു കുളിർമ, ഒരു ഫോർ എ പർട്ടിക്കുലർ ടൈം പീരീഡ്, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഓവറായിട്ട് എടുത്ത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യട ഇതിപ്പം തന്നെ എടുത്ത് ചെയ്യാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഒരുപാട് റിക്വസ്റ്റാണ്. ഈ രേണുവിൻ്റെ സാധനം തൊട്ട് തുടങ്ങിയോടുകൂടി പിന്നെ എന്താ പറയുമോ, ചെയ്യാതിരുന്നാൽ പ്രശ്നമാണ്. ഓ നീ രേണുവിൻ്റെ ആളായോ, ഓ നീ മറ്റവൻ്റെ ആളായോ, ഈ ചോദ്യം വരും. അപ്പോൾ അത് ശരി, വിൽക്ക് തന്നെ, വാങ്ങ തന്നെ അരി. ആ മൂഡിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരു തരത്തിലും ഇമ്പോർട്ടൻ്റ് അല്ല സൊസൈറ്റിക്കൊന്നും. സൊസൈറ്റി എനിക്ക് മാത്രം അരി ഉണ്ടാക്കാൻ പറ്റുന്ന അരി കണ്ടൻ്റാണ് ഇതൊക്കെ. ഞാൻ ഒരു ഇടയ്ക്ക് റോബിനെ അരി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അരി റോബിൻ. ഇപ്പം അരി രേണു സുധി. എനിക്ക് ഈ രേണു സുധി എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന അരിയാണെങ്കിൽ ചിലർക്കൊക്കെ ഇത് ഡെയിലി അരിയാണ്, 4 നേരം വെച്ച് തിന്നുന്നുണ്ട്.